ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു കോംവേൾഡ് വിത്ത് SKS. കഴിഞ്ഞ ടോപ്പിക്കിൽ എക്സ്പെൻഡിച്ചർ സ്റ്റോക്ക് ഐറ്റത്തിന്റെ ഒന്ന് രണ്ട് ഇല്ലസ്ട്രേഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അതിന്റെ പ്രാരംഭ വശങ്ങളെക്കുറിച്ചും അതിന്റെ തയ്യാറാക്കുന്ന മെത്തേഡുകളെ കുറിച്ചും നമ്മൾ പരിചയപ്പെട്ടു. നിങ്ങളത് വിശദമായിട്ട് മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതിലും നമ്മൾ എക്സ്പെൻഡിച്ചർ സ്റ്റോക്ക് ഐറ്റത്തിന്റെ വിശദമായ ചർച്ച തന്നെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാത്ത ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, ക്രെഡിറ്റ് പർച്ചേസസ് കണ്ടുപിടിക്കുന്ന സമയത്ത് ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് അതിന്റെ ഒപ്പം തന്നെ തയ്യാറാക്കുന്ന മറ്റൊരു അക്കൗണ്ടും കൂടി ഉണ്ട്, അഡ്വാൻസ് ടു ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഓർ അഡ്വാൻസ് ടു സപ്ലയേഴ്സ് അക്കൗണ്ട്. ആ അക്കൗണ്ടും കൂടി നിങ്ങളുടെ മുമ്പിൽ ഈ എപ്പിസോഡിൽ ഞാൻ പരിചയപ്പെടുത്തുവാണ്. സോ SCRT എന്നുള്ള ഒരു നല്ല ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ ഡിസ്കഷന് വേണ്ടി തിരഞ്ഞെടുത്തിട്ടുമുണ്ട്. നിങ്ങളത് ഭംഗിയായിട്ട് മനസ്സിലാക്കുക. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്ത ഒന്ന് രണ്ട് കാര്യങ്ങൾ വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് ടോപ്പിക്കിലോട്ട് പോകാം. എക്സ്പെൻഡിച്ചർ സ്റ്റോക്ക് ഐറ്റം എന്നുള്ള ഗണത്തിൽപ്പെടുത്തി ചില ഇനങ്ങളെക്കുറിച്ചുള്ള ട്രീറ്റ്മെന്റിൽ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്, ഒന്ന്, ആ ഇനങ്ങളിൽ ഉപയോഗിച്ച വകയിൽ എത്ര രൂപ സ്ഥാപനത്തിന് ചെലവായെന്ന് കണ്ടെത്തി അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുകയാണ്. That is, we are trying to find out how much is the stock item consumed or used during a particular year which need to be calculated and to be debited to income and expenditure account. രണ്ട്, ക്രെഡിറ്റ് പർച്ചേസസ് മിസ്സിംഗ് ഫിഗർ ആയിട്ട് വന്നാൽ അതെങ്ങനെ കണ്ടെത്തും? സോ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്താണ് ക്രെഡിറ്റ് പർച്ചേസസ് എന്നുള്ള ഫിഗർ കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കുന്നത്. ആ അക്കൗണ്ടും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അഡ്വാൻസ് സപ്ലയേഴ്സ് അക്കൗണ്ടും കൂടി ഒരുമിച്ച് വന്നാൽ അതെങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യും? സ്റ്റേറ്റ്മെന്റ് മെത്തേഡ് പ്രകാരം നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ എന്തൊക്കെ അഡീഷണൽ പോയിന്റുകളാണ് അതിനകത്ത് വരുന്നത്? അക്കൗണ്ടുകൾ തയ്യാറാക്കി ആൻസർ കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ ഈ അക്കൗണ്ടുകൾ എങ്ങനെയാണ് പരസ്പരം പൊരുത്തപ്പെട്ടിരിക്കുന്നത്? സ്റ്റോക്ക് അക്കൗണ്ടും ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടും അഡ്വാൻസ് സപ്ലയേഴ്സ് അക്കൗണ്ടും കൂടി ഒരുമിച്ച് വന്നാൽ നമ്മൾ ഈ അക്കൗണ്ടുകളെ എങ്ങനെ തമ്മിൽ ബന്ധിപ്പിക്കാം തുടങ്ങിയ കാര്യങ്ങൾ നല്ലൊരു ഉദാഹരണ സഹിതം എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു എപ്പിസോഡായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇത് അവതരിപ്പിക്കുന്നത്. സോ ഈ ഒരു ടോപ്പിക്കും കൂടി ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോൾ എക്സ്പെൻഡിച്ചർ സ്റ്റോക്ക് ഐറ്റത്തിനെ കുറിച്ചുള്ള വ്യക്തമായ ഒരു ധാരണ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. എക്സ്പെൻഡിച്ചർ സ്റ്റോക്ക് ഐറ്റം എന്ന് പറയുന്ന ഇനത്തിന്റെ തുടർച്ചയായിട്ടുള്ള രണ്ടാമത്തെ ഇലിസ്ട്രേഷൻ എപ്പിസോഡാണ് നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ഞാൻ പ്രസന്റ് ചെയ്യുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ വിശദമായിട്ട് ചർച്ച ചെയ്തു. സ്റ്റേറ്റ്മെന്റ് മെത്തേഡ് ഉപയോഗിച്ചും അക്കൗണ്ടിലൂടെയും എങ്ങനെ പ്രൊസീഡ് ചെയ്താണ് കറണ്ട് ഇയർ പർച്ചേസസ് കണ്ടുപിടിക്കുന്നതെന്നുള്ളതും ആ പർച്ചേസസിന്റെ സഹായത്തോടു കൂടി സ്റ്റോക്ക് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ഐറ്റം കൺസ്യൂംഡ് ഡ്യൂറിങ് എ ഇയർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നമ്മൾ ചർച്ച ചെയ്തു. ഈ എപ്പിസോഡിൽ മൂന്നാമത്തെ ഇല്ലസ്ട്രേഷനായിട്ട് SCRTയിൽ നിന്നും ഒരു ചോദ്യം ഉൾപ്പെടുത്തിയാണ് ഞാൻ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്ത് നിർത്തിയ പർച്ചേസസ് കണ്ടുപിടിക്കാനുള്ള സ്റ്റേറ്റ്മെന്റും അതുപോലെ തന്നെ സ്റ്റോക്ക് കൺസ്യൂംഡ് കണ്ടുപിടിക്കാനുള്ള സ്റ്റേറ്റ്മെന്റും ഒന്നുകൂടി നമുക്കൊന്ന് ഓർമ്മിച്ചെടുക്കാം. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്, സ്റ്റോക്ക് ഓഫ് ഐറ്റംസ് കൺസ്യൂംഡ് ഡ്യൂറിങ് ദ കറണ്ട് ഇയർ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്തത് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ഐറ്റം സ്റ്റാർട്ടിംഗ് ഫിഗർ ആയിട്ട് വെച്ചുകൊണ്ട് അതിനോടൊപ്പം ആ വർഷത്തെ പർച്ചേസസ് നമ്മൾ ആഡ് ചെയ്തു. ആ ടോട്ടൽ ഫിഗറിൽ നിന്നും ആ സ്റ്റോക്ക് ഐറ്റത്തിൽ ക്ലോസിംഗ് ഡേറ്റിലിരിക്കുന്ന അൺയൂസ്ഡ് ആയിട്ടുള്ള സ്റ്റോക്ക് അഥവാ ക്ലോസിംഗ് സ്റ്റോക്ക് ഡിഡക്ട് ചെയ്തിട്ടാണ് സ്റ്റോക്ക് ഐറ്റം കൺസ്യൂംഡ് അഥവാ യൂസ്ഡ് ഡ്യൂറിങ് ദാറ്റ് പർട്ടിക്കുലർ ഇയർ നമ്മൾ കണ്ടെത്തിയത്. ഇതിൽ ക്ലോസിംഗ് സ്റ്റോക്ക് ആയിട്ട് നിന്ന ഐറ്റം ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ കാണിക്കുന്നതിനോടൊപ്പം സ്റ്റോക്ക് ഐറ്റം കൺസ്യൂംഡ് ആയിട്ട് കിട്ടിയ റിസൾട്ട് എന്ന് പറയുന്നതിനെ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്ത് കാണിക്കുകയും ചെയ്തതായിട്ടാണ് നമ്മൾ പഠിച്ചു നിർത്തിയത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ പരിചയപ്പെട്ടത് സ്റ്റോക്ക് ഐറ്റംസ് എത്രത്തോളം ആ വർഷം പർച്ചേസ് ചെയ്തു എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് തയ്യാറാക്കിയ മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതിൽ നിന്ന് നമ്മൾ കണ്ടെത്തിയത് ആ വർഷത്തെ സ്റ്റോക്ക് ഇനത്തിലുള്ള ആക്ച്വൽ പർച്ചേസ് ആയിരുന്നു. അതിനുവേണ്ടി നമ്മൾ തയ്യാറാക്കിയ സ്റ്റേറ്റ്മെന്റിൽ സ്റ്റാർട്ടിംഗ് ഫിഗർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്തത് എമൗണ്ട് പെയ്ഡ് ടുവേർഡ്സ് സച്ച് സ്റ്റോക്ക് ഐറ്റംസ് ആയിരുന്നു. ആ വർഷത്തെ സ്റ്റോക്ക് ഐറ്റത്തിലേക്കായിട്ട് നമ്മൾ പേയ്മെന്റ് നടത്തിയ തുകയാണ് സ്റ്റാർട്ടിംഗ് ഫിഗർ ആയിട്ട് നമ്മൾ ആ സ്റ്റേറ്റ്മെന്റിൽ ഉൾപ്പെടുത്തിയത്. അതിനോടൊപ്പം ക്രെഡിറ്റേഴ്സ് ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ ദ ക്ലോസിംഗ് ഡേറ്റ് നമ്മൾ ആഡ് ചെയ്തു. അഡ്വാൻസ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ് ഓർ സപ്ലയേഴ്സ് നമ്മൾ ഓപ്പണിംഗ് ഡേറ്റുള്ള ഫിഗർ ആഡ് ചെയ്തു. ആ ആഡ് ചെയ്ത് കിട്ടിയ തുകയിൽ നിന്നും നമ്മൾ ലെസ് ചെയ്ത ഒന്നാമത്തെ ഐറ്റം ക്രെഡിറ്റേഴ്സ് ഔട്ട്സ്റ്റാൻഡിംഗ് ആസ് ഓൺ ദ ഓപ്പണിംഗ് ഡേറ്റും അതുപോലെ തന്നെ അഡ്വാൻസ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ് അഥവാ സപ്ലയേഴ്സ് ആസ് ഓൺ ദ ക്ലോസിംഗ് ഡേറ്റുമാണ് നമ്മൾ ലെസ് ചെയ്ത് കാണിച്ചത്. സോ ഈ റിസൾട്ടന്റ് ഫിഗർ ആ വർഷത്തെ പർച്ചേസസിനെ സൂചിപ്പിക്കുന്നതായിട്ട് നമ്മൾ കണ്ടെത്തി. ഇങ്ങനെ കണ്ടെത്തിയ പർച്ചേസ് ഫിഗർ ആയിരുന്നു
സ്റ്റോക്ക് ഓഫ് ഐറ്റം കൺസ്യൂംഡ് ഡ്യൂറിങ് ദാറ്റ് പർട്ടിക്കുലർ ഇയർ കണ്ടെത്താനായിട്ട് നമ്മൾ തയ്യാറാക്കിയ സ്റ്റേറ്റ്മെന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കാണിച്ചത്. ഉദാഹരണത്തിലേക്ക് നമുക്ക് കടക്കാം. ഇവിടെ ഉൾപ്പെടുത്തിയേക്കുന്ന സ്റ്റോക്ക് ഇനം എന്ന് പറയുന്നത് മെഡിസിൻസ് ആണ്. അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ സ്ക്രീനിൽ തെളിഞ്ഞേക്കുന്നത്. ചോദ്യം ഒന്ന് വായിച്ചു നോക്കിക്കേ. ഫൈൻഡ് ഔട്ട് ദ കോസ്റ്റ് ഓഫ് മെഡിസിൻസ് കൺസ്യൂംഡ് ഡ്യൂറിങ് 2014-15 ഫ്രം ദ ഫോളോവിങ് ഇൻഫർമേഷൻ. അപ്പം ഞാൻ പറഞ്ഞു, ആദ്യമായിട്ട് നമ്മൾ ഇതിൽ നിന്നും ട്രേസ് ചെയ്യാൻ ശ്രമിക്കേണ്ടത് കറണ്ട് ഫിനാൻഷ്യൽ ഇയർ ആണ്. ചോദ്യത്തിൽ നിന്നും തന്നെ വ്യക്തമാണ്, 2014-15 നിലവിലുള്ള നമ്മുടെ സാമ്പത്തിക വർഷം. അതുകൊണ്ട് തന്നെ ആ ഫിനാൻഷ്യൽ ഇയറിന്റെ ഓപ്പണിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 1/4/2014 ആയിരിക്കും. ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 31/3/2015 ആയിരിക്കും. ചോദ്യത്തിൽ ഉൾപ്പെടുത്തിയേക്കുന്ന പ്രധാനപ്പെട്ട സൂചനകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓപ്പണിംഗ് ഡേറ്റ് നമ്മൾ ഓൾറെഡി ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു. അതായത് 1/4/2014 ആണ്. 1/4/2014 എന്ന് പറയുന്ന ഓപ്പണിംഗ് ഡേറ്റിന് ക്രെഡിറ്റേഴ്സ് ഫോർ മെഡിസിൻസ് പർച്ചേസ്ഡ് എന്നുള്ള ഇനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ട്. അതായത് 25,000 രൂപയുടെ ഒരു ഇൻഫർമേഷൻ നൽകിയിട്ടുണ്ട്. സ്റ്റോക്ക് ഓഫ് മെഡിസിൻസ് ആയിട്ട്, അതായത് മെഡിസിൻസിന്റെ ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയാന്നുള്ളത് ഇതിനകത്ത് വ്യക്തമാക്കിയിട്ടുണ്ട്, 62,000 രൂപ. അതുപോലെ മെഡിസിൻസിന്റെ സപ്ലയേഴ്സിന് നമ്മൾ നൽകിയ അഡ്വാൻസ് ആസ് ഓൺ 1/4/2014 11,500 ചോദ്യത്തിൽ നിന്നും വ്യക്തമാണ്. 3 ഇൻഫർമേഷൻസ് ആണ് 1/4/2014 എന്ന് പറയുന്ന നമ്മുടെ ഓപ്പണിംഗ് ഡേറ്റ് നൽകിയേക്കുന്ന സുപ്രധാനമായിട്ടുള്ള ചില വിവരങ്ങൾ. ക്ലോസിംഗ് ഡേറ്റ് നോക്കാം. ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ 31/3/2015 ആണ്. അന്നേ ദിവസം നമ്മുടെ മുൻപിലുള്ള ഇൻഫർമേഷൻസിൽ പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത് ക്രെഡിറ്റേഴ്സ് ആയിട്ട് മെഡിസിൻസ് പർച്ചേസ് ചെയ്ത വകയിൽ ക്ലോസിംഗ് ഡേറ്റിലുള്ള ഒരു 17,000 കുറിച്ച് മെൻഷൻ ചെയ്യുന്നുണ്ട്. സ്റ്റോക്ക് ഓഫ് മെഡിസിൻസിൽ ഉപയോഗിക്കാതെ ക്ലോസിംഗ് ഡേറ്റിൽ നമ്മുടെ കൈവശം ഇരിക്കുന്ന 54,000 രൂപ വിലയുള്ള സ്റ്റോക്കിനെ കുറിച്ച് പറയുന്നുണ്ട്. കൂടാതെ ക്ലോസിംഗ് ഡേറ്റിൽ സപ്ലയേഴ്സ് ഓഫ് മെഡിസിൻസിന് നമ്മൾ നൽകിയ മുൻകൂർ, അതായത് അഡ്വാൻസ് തുകയെക്കുറിച്ചും കൂടി വ്യക്തമാക്കിയിട്ടുണ്ട്, 18,200. അപ്പോൾ ചോദ്യത്തിൽ ഓപ്പണിംഗ് ഡേറ്റിലും അതുപോലെ തന്നെ ക്ലോസിംഗ് ഡേറ്റിലും നൽകിയിരിക്കുന്ന ഇൻഫർമേഷൻസ് വ്യക്തമായെന്ന് തന്നെ വിചാരിക്കുന്നു. നമുക്ക് സൊല്യൂഷനിലോട്ട് പോകാം. നമ്മളിവിടെ കണ്ടെത്താൻ ശ്രമിക്കുന്നത് കോസ്റ്റ് ഓഫ് മെഡിസിൻസ് കൺസ്യൂംഡ് ഡ്യൂറിങ് 2014-15 ആണ്. അതായത് ഈ വർഷം മെഡിസിൻസ് ആയിട്ട് ഉപയോഗിച്ചതിൽ എത്രത്തോളം രൂപയുടെ ചെലവ് നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. സ്റ്റോക്ക് ഓഫ് മെഡിസിൻസ് അഥവാ സ്റ്റോക്ക് ഐറ്റം കൺസ്യൂംഡ് കണ്ടെത്താനായിട്ട് നമ്മൾ ഫോളോ ചെയ്ത ഒന്നാമത്തെ സ്റ്റെപ്പാണ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റോക്ക് ഐറ്റത്തിന്റെ കൂടെ കറണ്ട് ഇയറിലെ പർച്ചേസസ് ആഡ് ചെയ്ത് അതിൽ നിന്നും ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് സച്ച് സ്റ്റോക്ക് ഐറ്റം നമ്മൾ ഡിഡക്റ്റ് ചെയ്യുക എന്നുള്ളത്. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഇതാണ് സ്റ്റോക്ക് ഓഫ് ഐറ്റം കൺസ്യൂംഡ് ഡ്യൂറിങ് ദാറ്റ് പർട്ടിക്കുലർ ഇയർ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഫോളോ ചെയ്ത സ്റ്റെപ്പ്. ഈ പറയുന്ന സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ മുമ്പിലുള്ള ഇൻഫർമേഷൻസ് ഒന്നുകൂടി എന്തൊക്കെയാണെന്നൊന്ന് പരിശോധിച്ച് ഉറപ്പാക്കാം. ഓപ്പണിംഗ് സ്റ്റോക്ക് ഒന്നാമത്തെ ഐറ്റം 1/4/2014 നമ്മുടെ ഓപ്പണിംഗ് ഡേറ്റ്. അന്നേ ദിവസം സ്റ്റോക്ക് ഓഫ് മെഡിസിൻസ് എന്നുള്ള പേരിൽ നമ്മുടെ കൈവശം ഇരിക്കുന്ന കഴിഞ്ഞ വർഷത്തെ അൺയൂസ്ഡ് ആയിട്ടുള്ള സ്റ്റോക്കിലെ ബാലൻസ് പറയുന്നുണ്ട് 62,000. ക്ലോസിംഗ് സ്റ്റോക്ക് 31/3/2015 എന്നുള്ള ക്ലോസിംഗ് തീയതിക്ക് സ്റ്റോക്ക് ഓഫ് മെഡിസിൻസിൽ അൺയൂസ്ഡ് ആയിട്ട്, അതായത് കറണ്ട് ഇയറിൽ അൺയൂസ്ഡ് ആയിട്ട് നമ്മുടെ കൈവശം ഇരിക്കുന്ന 54,000 രൂപയുടെ സ്റ്റോക്കാണ് ക്ലോസിംഗ് സ്റ്റോക്കായിട്ട് നമ്മൾ എടുക്കേണ്ടത്. ഇനി നമുക്ക് ആ സ്റ്റേറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കണ്ടെത്തേണ്ട ഒരു ഫിഗറാണ് പർച്ചേസസ്. ഇപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്കും ഉണ്ട്, ക്ലോസിംഗ് സ്റ്റോക്കും ഉണ്ട്. ഇനി നമുക്ക് ആവശ്യം പർച്ചേസസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ആണ്. അതിനുവേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ഈ തന്നേക്കുന്ന ചോദ്യത്തിൽ ഉൾപ്പെടുത്തിയേക്കുന്നതെന്നൊന്നുകൂടി നമുക്കൊന്ന് നോക്കാം. ഈ വർഷം മെഡിസിൻസ് പർച്ചേസ് ചെയ്യാനായിട്ട് നൽകിയ മൊത്തം പേയ്മെന്റ് 3,70,000 റുപ്പീസ് ആണെന്നുള്ളത് ഒന്നാമത്തെ ഇനമായിട്ട് തന്നെ ചോദ്യത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ 3,70,000 റുപ്പീസ് മൊത്തം നൽകിയ പേയ്മെന്റിൽ നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുന്നത് ഈ വർഷത്തെ പർച്ചേസ് ആയിട്ട് നമുക്ക് രേഖപ്പെടുത്തേണ്ടത് എത്രയാന്നുള്ളതാണ്. അപ്പൊ അതിലേക്കായിട്ട് ചിലപ്പോൾ ചില അഡ്ജസ്റ്റ്മെന്റ്സിന്റെ ആവശ്യം നമുക്ക് വേണ്ടി വരുന്നു. ആ അഡ്ജസ്റ്റ്മെന്റ്സിന്റെ ആവശ്യം ഇവിടെ ഉണ്ടെന്ന് തന്നെ വ്യക്തമാണ്. കാരണം തൊട്ട് താഴെ ക്രെഡിറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടും
അഡ്വാൻസുമായിട്ടും ബന്ധപ്പെട്ടും എല്ലാം ചില ഇൻഫർമേഷൻസ് കൂടി വന്ന സ്ഥിതിക്ക് നമുക്ക് അതും കൂടി പരിഗണിച്ചുകൊണ്ട് മാത്രമേ കറണ്ട് ഇയറിലെ പർച്ചേസ് നമുക്ക് വ്യക്തമായിട്ട് കണ്ടെത്താൻ നമുക്ക് സാധിക്കത്തുള്ളൂ. ഈ 3,70,000 രൂപയുടെ ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയേക്കുന്നത് സ്വാഭാവികമായിട്ടും ഒന്നാമത്തെ അക്കൗണ്ടായിട്ട് നമ്മൾ തയ്യാറാക്കുന്ന ക്യാഷ് ബുക്കിന്റെ സമ്മറി ആയിട്ടുള്ള റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിന്റെ പേയ്മെന്റ് സൈഡിൽ നിന്നും തന്നെയാണ്. നമുക്ക് നോക്കാം മറ്റെന്തൊക്കെ അഡ്ജസ്റ്റ്മെന്റ്സ് ആണ് ആ 3,70,000 നമ്മൾ നടത്തേണ്ടതെന്ന്. ക്രെഡിറ്റേഴ്സ് ഫോർ മെഡിസിൻസ് പർച്ചേസ്ഡ് എന്ന് പറയുന്ന ഇൻഫർമേഷനിലോട്ട് നമ്മളൊന്ന് ശ്രദ്ധിക്കുക. ക്രെഡിറ്റേഴ്സ് ഫോർ മെഡിസിൻസ് അഥവാ ക്രെഡിറ്റേഴ്സ് ഫോർ സ്റ്റോക്ക് ഐറ്റം എന്തിനെ സൂചിപ്പിക്കുന്നു? മെഡിസിൻസ് അഥവാ സ്റ്റോക്ക് ഐറ്റം കടത്തിന് മേടിച്ച വകയിൽ നമ്മൾ കൊടുക്കേണ്ട അല്ലെങ്കിൽ കടപ്പെട്ടിരിക്കുന്ന ആൾക്കാരുടെ സംബന്ധമായിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് 1.4-ലും 31.3-ലും നമ്മുടെ മുമ്പിൽ പ്രസന്റ് ചെയ്തേക്കുന്നത്. അതുപോലെ മെഡിസിൻസ് നമുക്ക് സപ്ലൈ ചെയ്യുന്ന വ്യക്തികൾക്ക് നമ്മൾ കൊടുത്തേക്കുന്ന അഡ്വാൻസും ഒരു തരത്തിൽ പറഞ്ഞാൽ അവർ തന്നെയാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച വിഭാഗം എന്ന് തന്നെ പറയാം. ആ സപ്ലയേഴ്സിന് നമ്മൾ നൽകിയ മുൻകൂർ പേയ്മെന്റ്, മെഡിസിൻസ് പർച്ചേസ് ചെയ്യാനായിട്ട് നമ്മൾ നടത്തിയേക്കുന്ന മുൻകൂർ പേയ്മെന്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസും 1.4-ലും 31.3-ലും നമ്മുടെ മുമ്പിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത്. മെഡിസിൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള നമ്മൾ നടത്തിയ ഇടപാടുകളുടെ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ തന്നെയാണ് ഇതെല്ലാം. 3,70,000 രൂപയുടെ പേയ്മെന്റ് ആയിക്കോട്ടെ, ക്രെഡിറ്റേഴ്സ് ഫോർ മെഡിസിൻസ് ആയിക്കോട്ടെ, അഡ്വാൻസ് സപ്ലൈസ് ആയിക്കോട്ടെ, ഇതെല്ലാം നമ്മൾ ഈ സ്റ്റോക്ക് ഐറ്റം പർച്ചേസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇടപെട്ടേക്കുന്ന അക്കൗണ്ടുകളും ഡീറ്റെയിൽസുമാണ്. 1.4/2014-ലും 31.3/2015-ലും ക്രെഡിറ്റേഴ്സ് ഫോർ മെഡിസിൻസ് പർച്ചേസ്ഡ് ആയിട്ട് നമ്മുടെ മുമ്പിൽ നൽകിയേക്കുന്ന രണ്ട് തുകകളും എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ ഈ വർഷം മെഡിസിൻസ് പർച്ചേസ് ചെയ്ത വകയിൽ ക്രെഡിറ്റേഴ്സിന് കൊടുക്കാനുള്ള കുടിശ്ശികയെ സൂചിപ്പിക്കുന്ന ഇൻഫർമേഷനാണ്. അത്തരം ഇൻഫർമേഷൻസും തീർച്ചയായിട്ടും കറണ്ട് ഇയർ പർച്ചേസ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ട രണ്ട് ഇനങ്ങൾ തന്നെയാണ്. ഓപ്പണിംഗ് ഡേറ്റ് ഉള്ള ഇൻഫർമേഷനും ക്ലോസിംഗ് ഡേറ്റ് ഉള്ള ഇൻഫർമേഷനും. അതുപോലെ അഡ്വാൻസ്ഡ് സപ്ലയേഴ്സ് ഓഫ് മെഡിസിൻസ് എന്നുള്ള വിഭാഗത്തിൽ ഈ 2 തീയതിക്കുമുള്ള 2 എമൗണ്ടിനെ കുറിച്ചും സൂചിപ്പിച്ചിട്ടുണ്ട്. ആ തുകകൾ സൂചിപ്പിക്കുന്നത് പ്രീപെയ്ഡ് എക്സ്പെൻസിനെ കുറിച്ചാണ്. അതായത് മെഡിസിൻസ് നമുക്ക് സപ്ലൈ ചെയ്യുന്ന വിഭാഗക്കാർക്ക് നമ്മൾ നൽകിയേക്കുന്ന മുൻകൂർ പേയ്മെന്റിനെ കുറിച്ചാണ് ഈ 2 തീയതിക്കുമുള്ള ഇൻഫർമേഷൻസ് നമുക്ക് സൂചിപ്പിക്കുന്നത്. 1.4/2014-ലും 31.3/2015-നും 11,500-ഉം 18,200-ഉം സൂചിപ്പിക്കുന്നത് മെഡിസിൻസുമായിട്ട് ബന്ധപ്പെട്ട് നൽകിയേക്കുന്ന മുൻകൂർ തുകകളെ കുറിച്ചാണ്. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത് ഈ നൽകിയേക്കുന്ന 3,70,000 റുപ്പീസിൽ നിന്നും പ്രീവിയസ് ഇയറുമായിട്ട് ബന്ധപ്പെട്ടോ നെക്സ്റ്റ് ഇയറുമായിട്ട് ബന്ധപ്പെട്ടോ ഏതെങ്കിലും പേയ്മെന്റ് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അഡ്ജസ്റ്റ്മെന്റ് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതും കൂടി നമ്മൾ പരിഗണിച്ചുകൊണ്ട് വേണം കറണ്ട് ഇയറിലെ പർച്ചേസ് ആയിട്ടുള്ള എമൗണ്ട് നമ്മൾ കണ്ടെത്താൻ. ക്ലിയർ ആയല്ലോ? കറണ്ട് ഇയറിലെ പർച്ചേസ് ആണ് നമുക്ക് സ്റ്റോക്ക് കൺസ്യൂംഡ് എന്ന് പറയുന്ന ഇനം കണ്ടെത്താനായിട്ട് നമുക്ക് സ്റ്റേറ്റ്മെന്റിൽ ഉൾപ്പെടുത്തേണ്ടത്. So the next step we are proceeding is to find out the purchase of medicines relating to current year, that is 2014-2015. We have to avoid the payments relating to the year 2013-14, that is previous year, and also the payments or advance made in connection with the year 2015-16, that is the next year. ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കറണ്ട് ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് 1.4/2014 ആരംഭിച്ച് 31.3/2015 അവസാനിപ്പിക്കുന്നത്. അതിൽ 3,70,000 റുപ്പീസ് ആണ് മെഡിസിൻസിന്റെ പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നൽകിയേക്കുന്ന പേയ്മെന്റ്. 1.4/2014 മെഡിസിൻസ് മേടിച്ച വകയിൽ ക്രെഡിറ്റേഴ്സിനോടുള്ള കുടിശ്ശിക നൽകിയിട്ടുണ്ട് 25,000 രൂപ. 1/4/2014 എന്ന് പറയുന്നത് കറണ്ട് ഇയറിലെ ഓപ്പണിംഗ് ഡേറ്റ് ആണ്. ആ ഓപ്പണിംഗ് ഡേറ്റിൽ 25,000 രൂപ ഔട്ട്സ്റ്റാൻഡിംഗ് നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് ഡേറ്റിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് നമുക്ക് കുടിശ്ശിക ഉണ്ടായിരുന്ന തുകയാണ് ഈ വർഷത്തെ ഓപ്പണിംഗ് ഡേറ്റിൽ ഈ രീതിയിൽ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചേക്കുന്നത്. സോ അത് തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷത്തെ പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കൊടുക്കേണ്ട തുകയായിരുന്നു 25,000 രൂപ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത്. ആ കുടിശ്ശിക ഈ വർഷം പേയ്മെന്റ് ആയിട്ട് ക്ലിയർ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അത് കറണ്ട് ഇയറിലെ പേയ്മെന്റ് ആയിട്ട് കണക്കാക്കാൻ സാധിക്കില്ല. കറണ്ട് ഇയറിലെ പർച്ചേസിന് വേണ്ടി കൊടുത്തായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കാത്തതുകൊണ്ട് വി ഹാവ് ടു ഡിഡക്ട് ദാറ്റ് എമൗണ്ട് ഫ്രം 3,70,000 because that payment relates to previous year, that is 2013-14. ഈ 25,000 രൂപ ഈ വർഷം പേയ്മെന്റ് ക്ലിയർ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ടിനെ
ഡിഡക്റ്റ് ചെയ്ത് കാണിക്കണം. 3,70,000 നിന്നും ഈ 25,000 പ്രീവിയസ് ഇയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഔട്ട്സ്റ്റാൻഡിംഗ് ആയതുകൊണ്ട് വി ഹാവ് ടു ഡിഡക്റ്റ്. ദ നെക്സ്റ്റ് ഈസ് ക്രെഡിറ്റേഴ്സ് ഔട്ട്സ്റ്റാൻഡിംഗ് ആസ് ഓൺ 31/3/2015. തീർച്ചയായിട്ടും നമുക്കറിയാം കറണ്ട് ഇയറിലെ ക്ലോസിംഗ് ഡേറ്റിൽ ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ അത് കറണ്ട് ഇയറിലെ പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുടിശ്ശികയാണ്. കറണ്ട് ഇയർ ആയിട്ടുള്ള 2014-15 ബന്ധപ്പെട്ടുള്ള ഈ ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ട് എന്ന് പറയുന്നത് ഈ വർഷത്തെ 3,70,000 ഒപ്പം നമുക്ക് ആഡ് ചെയ്യണം. ഈ വർഷത്തെ പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് കൊണ്ട് ഈ തുകയോടൊപ്പം നമുക്കതിനെ ആഡ് ചെയ്ത് കാണിക്കാം. വി വിൽ ആഡ് ദ ഔട്ട്സ്റ്റാൻഡിംഗ് ക്രെഡിറ്റേഴ്സ് ആസ് ഓൺ ക്ലോസിംഗ് ഡേറ്റ്. സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ ഓൾറെഡി പരിചയപ്പെട്ട സ്റ്റെപ്പ് പ്രകാരം തന്നെയാണ് ഈ ക്വസ്റ്റ്യനിലും നമ്മൾ ഡീൽ ചെയ്യുന്നത്. സോ ഒരു കാര്യം നമ്മൾ ഡിഡക്റ്റ് ചെയ്തു, ഒരു കാര്യം നമ്മൾ ആഡ് ചെയ്തു. മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ഐറ്റം, അഡ്വാൻസ് ടു സപ്ലയേഴ്സ് ഓഫ് മെഡിസിൻസ്. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, മെഡിസിൻസിന്റെ പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ട് സപ്ലയേഴ്സിന് നമ്മൾ നൽകുന്ന അഡ്വാൻസ് അഥവാ മുൻകൂർ തുകയാണ് ഈ പറയുന്ന കാറ്റഗറി. 1/4/2014 ഇൻഫർമേഷൻ നമുക്ക് മുമ്പിൽ തന്നിട്ടുണ്ട്. 31/3/2015 ഇൻഫർമേഷൻ നമ്മുടെ മുമ്പിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. 1/4/2014 നൽകിയേക്കുന്ന 11,500 rupees അഡ്വാൻസ് എന്ന് പറയുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? ആലോചിച്ച് നോക്കുക. കഴിഞ്ഞ വർഷം ക്ലോസിംഗ് ഡേറ്റിൽ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ അഡ്വാൻസ് എന്നുള്ള പേരിൽ രേഖപ്പെടുത്തിയിട്ടിരുന്ന 11,500 രൂപയാണ് ഈ വർഷമാകുമ്പോൾ ഓപ്പണിംഗ് ഡേറ്റിലെ ഇൻഫർമേഷൻ ആയിട്ട് മാറുന്നത്. അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ മുൻകൂർ കൊടുക്കുക എന്നർത്ഥം. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഇതിനെ വീക്ഷിക്കേണ്ടത് എങ്ങനെയാ? കഴിഞ്ഞ വർഷം ക്ലോസിംഗിൽ മുൻകൂർ കൊടുത്ത തുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കറണ്ട് ഇയറിലെ പർച്ചേസിന് വേണ്ടിയുള്ള മുൻകൂർ തുകയാണ്. ഈ 11,500 എന്ന് പറയുന്ന ഓപ്പണിംഗ് ഡേറ്റിലുള്ള അഡ്വാൻസ് എമൗണ്ട് തീർച്ചയായിട്ടും കറണ്ട് ഇയറിലെ പർച്ചേസ് ആയിട്ട് കണക്കാക്കേണ്ട എമൗണ്ട് തന്നെയാണ്. അല്ലെങ്കിൽ കറണ്ട് ഇയറിലെ പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നൽകിയിരിക്കുന്ന അഡ്വാൻസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ 11,500 കറണ്ട് ഇയറിലെ എമൗണ്ട് ആയിട്ട് തന്നെ പരിഗണിച്ചുകൊണ്ട് 3,70,000 ഒപ്പം നമ്മൾ ആഡ് ചെയ്ത് കാണിക്കേണ്ടതായിട്ടുണ്ട്. വി ഹാവ് ടു ആഡ് ദിസ് അഡ്വാൻസ് ടു സപ്ലയേഴ്സ് ഓഫ് മെഡിസിൻസ് ആസ് ഓൺ ദ ഓപ്പണിംഗ് ഡേറ്റ്. അതിൻ്റെ തന്നെ ക്ലോസിംഗ് ഡേറ്റിലുള്ള ഇൻഫർമേഷനെ കുറിച്ചും വ്യക്തമാക്കുന്നുണ്ട്. 18,200 rupees ഷോൺ ആസ് ആൻ അഡ്വാൻസ് ആസ് ഓൺ ദ ക്ലോസിംഗ് ഡേറ്റ്. 31/3/2015 എന്ന് പറഞ്ഞാൽ ഈ വർഷത്തെ ക്ലോസിംഗ് ഡേറ്റ് ആണ്. കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് ഡേറ്റിലുള്ള അഡ്വാൻസ് ഈ വർഷത്തെ പേയ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് പോലെ തന്നെ ഈ വർഷം ക്ലോസിംഗ് ഡേറ്റിൽ നിൽക്കുന്ന ഈ അഡ്വാൻസ് തുക അടുത്ത വർഷത്തെ പർച്ചേസുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ നൽകിയിരിക്കുന്ന മുൻകൂർ തുകയാണ്. സോ ദിസ് 18,200 റിലേറ്റ്സ് ടു നെക്സ്റ്റ് ഇയർ, ദാറ്റ് ഈസ് 2015-16. അടുത്ത വർഷത്തെ മെഡിസിൻസിന്റെ പർച്ചേസ് ആയിട്ടാണ് ഈ 18,200 നമുക്ക് പരിഗണിക്കേണ്ടത്. ഈ വർഷം നൽകിയേക്കുന്ന ഈ അടുത്ത വർഷത്തേക്കുള്ള മുൻകൂർ തുക തീർച്ചയായിട്ടും അപ്പം നമുക്ക് എന്ത് ചെയ്യണം? 3,70,000 rupees നിന്നും നമുക്ക് ഡിഡക്റ്റ് ചെയ്ത് മാറ്റണം. വൈ? ബിക്കോസ് ഇറ്റ് റിലേറ്റ്സ് ടു നെക്സ്റ്റ് ഇയർ. വി ഹാവ് ടു ഡിഡക്റ്റ് ദിസ് അഡ്വാൻസ് പേയ്മെന്റ് ടു സപ്ലയേഴ്സ് ഓഫ് മെഡിസിൻസ് ആസ് ഓൺ ദ ക്ലോസിംഗ് ഡേറ്റ്. 3,70,000 എന്നുള്ള കറണ്ട് ഇയറിൽ നമ്മൾ പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ട് നൽകിയ തുകയിൽ നിന്നും ചില അഡ്ജസ്റ്റ്മെന്റ്സ് നമ്മൾ നടത്തി. ചെയ്തത് മറ്റൊന്നുമല്ല, ഓപ്പണിംഗ് ഡേറ്റിലുള്ള ക്രെഡിറ്റേഴ്സ് ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന ഫിഗർ നമ്മൾ ഡിഡക്റ്റ് ചെയ്തു. ക്ലോസിംഗ് ഡേറ്റിലുള്ള ഔട്ട്സ്റ്റാൻഡിംഗ് ക്രെഡിറ്റേഴ്സിനെ നമ്മൾ ആഡ് ചെയ്തു. അഡ്വാൻസ് ഗിവൺ ടു സപ്ലയേഴ്സ് ആസ് ഓൺ ദ ഓപ്പണിംഗ് ഡേറ്റ് നമ്മൾ ആഡ് ചെയ്തു. ആസ് ഓൺ ദ ക്ലോസിംഗ് ഡേറ്റ് നമ്മൾ ഡിഡക്റ്റ് ചെയ്തു. അതിന്റെ കാരണവും വ്യക്തമാക്കിയിരുന്നു. മനസ്സിലായെന്ന് കരുതുന്നു. സോ ഈ രീതിയിലുള്ള അഡ്ജസ്റ്റ്മെന്റ്സിലൂടെ 3,70,000 rupees പേ ചെയ്തതിൽ നിന്നും കറണ്ട് ഇയറിലെ പർച്ചേസ് ഫിഗർ നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. സോ സ്റ്റോക്ക് ഐറ്റംസ് പർച്ചേസ്ഡ് ഡ്യൂറിംഗ് ദ ഇയർ നമ്മൾ സ്റ്റേറ്റ്മെന്റ് പഠിച്ചതാണ്. ആ സ്റ്റേറ്റ്മെന്റിലോട്ട് ഒന്നുകൂടി ഞാൻ നിങ്ങളെ കൊണ്ടുപോവുകയാണ്. സ്റ്റാർട്ടിങ് നമ്മൾ എന്തായിരുന്നു? എമൗണ്ട് പെയ്ഡ് ടുവേർഡ്സ് മെഡിസിൻസ്. ആ തുകയിലാണ് നമ്മൾ സ്റ്റേറ്റ്മെന്റ് ആരംഭിക്കുന്നത്. ഈ വർഷം നമ്മൾ എത്ര തുക മെഡിസിൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള പർച്ചേസിന് വേണ്ടി നൽകി, അത് നമ്മുടെ സ്റ്റേറ്റ്മെന്റിൽ സ്റ്റാർട്ടിംഗ് ഫിഗർ ആയിട്ട് നമ്മൾ പരിഗണിക്കുക. അതിൻ്റെ ഒപ്പം ക്രെഡിറ്റേഴ്സ് ഔട്ട്സ്റ്റാൻഡിംഗ് ആസ് ഓൺ ദ ക്ലോസിംഗ് ഡേറ്റ് ആഡ് ചെയ്യുക. അതിൻ്റെ ഒപ്പം അഡ്വാൻസ് പേ ടു ക്രെഡിറ്റേഴ്സ് ആസ് ഓൺ ദ ഓപ്പണിംഗ് ഡേറ്റ് ആഡ് ചെയ്യുക. ഈ കിട്ടുന്ന തുകയിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യേണ്ട ഒന്നാമത്തെ ഇനം ഔട്ട്സ്റ്റാൻഡിംഗ് ക്രെഡിറ്റേഴ്സ് ആസ് ഓൺ ദ ഓപ്പണിംഗ് ഡേറ്റ് ആൻഡ് ദെൻ അഡ്വാൻസ് പേ ടു ക്രെഡിറ്റേഴ്സ് ആസ് ഓൺ ദ ക്ലോസിംഗ് ഡേറ്റ്. ദ റിസൾട്ട് വിൽ ബി ദ purchases made by the organization during the current year towards such stock items which we have to consider for the calculation of stock items consumed during the year as in the next step.
ക്ലിയർ? സോ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത സ്റ്റേറ്റ്മെന്റ് പ്രകാരം അല്ലെങ്കിൽ അതിനെ മാതൃകയാക്കി കഴിഞ്ഞാൽ ഈ വർഷത്തെ മെഡിസിൻസ് പർച്ചേസ് ചെയ്ത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? സോ സ്റ്റാർട്ടിംഗ് വിത്ത് എമൗണ്ട് പെയ്ഡ് ടുവേർഡ്സ് മെഡിസിൻസ് ഡ്യൂറിംഗ് ദ ഇയർ 3,70,000. അതിൻ്റെ ഒപ്പം ക്രെഡിറ്റേഴ്സ് ഔട്ട്സ്റ്റാൻഡിംഗ് ആസ് ഓൺ ദ ക്ലോസിംഗ് ഡേറ്റ് ആഡ് ചെയ്തു 17,000. അഡ്വാൻസ് പെയ്ഡ് ടു സപ്ലയേഴ്സ് ആസ് ഓൺ ദ ഓപ്പണിംഗ് ഡേറ്റ് ആഡ് ചെയ്തു 11,500. ദ ടോട്ടൽ ഫിഗർ വിൽ ബിക്കം 3,98,500. Out of that total amount, we have to deduct the first item, creditors outstanding as on the opening date, that is 25,000, and then advance paid to suppliers as on the closing date, that is 18,200. Total amount to be deducted is 43,200, and the resultant figure will become 3,55,300, which denotes the current year purchases made towards medicines. അപ്പോൾ 3,70,000 റുപ്പീസ് എന്നുള്ള ടോട്ടൽ പേയ്മെന്റിൽ നിന്നും കറണ്ട് ഇയറിലെ പർച്ചേസ് എന്ന് പറയുന്ന 3,55,300 എത്താനായിട്ടാണ് ഈ അഡ്ജസ്റ്റ്മെന്റ്സ് നമ്മൾ നടപ്പിലാക്കിയത്. സ്റ്റേറ്റ്മെന്റിലൂടെയാണ് നമ്മളിപ്പോൾ റിസൾട്ട് എടുത്തേക്കുന്നത്. കൊടുത്ത ടോട്ടൽ പേയ്മെന്റിൽ നിന്നും മുൻവർഷത്തെയും നെക്സ്റ്റ് ഇയറിലെയും കണക്കുകൾ നീക്കം ചെയ്തും അഡ്ജസ്റ്റ് ചെയ്തും കൊണ്ടാണ് കറണ്ട് ഇയർ പർച്ചേസസ് നമ്മൾ സ്ക്രീൻ ചെയ്ത് കണ്ടെത്തിയേക്കുന്നത്. ഇനി നമുക്ക് എത്രത്തോളം സ്റ്റോക്ക് ഐറ്റംസ് കറണ്ട് ഇയറിൽ കൺസ്യൂം ചെയ്തു എന്നുള്ളത് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് എ ഫൈനൽ റിസൾട്ട്. സോ കറണ്ട് ഇയറിലെ പർച്ചേസ് കണ്ടെത്തിയ സ്ഥിതിക്ക് ആ പർച്ചേസിന്റെ ഇൻഫർമേഷൻ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് സ്റ്റേറ്റ്മെന്റിലൂടെ കറണ്ട് ഇയറിലെ സ്റ്റോക്ക് ഓഫ് മെഡിസിൻസ് കൺസ്യൂംഡ് കണ്ടെത്തി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യാനുള്ള എമൗണ്ട് എത്രയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു റെക്കോർഡ് ദ ഓപ്പണിംഗ് സ്റ്റോക്ക്, ദെൻ ആഡ് പർച്ചേസസ് മെയ്ഡ് ഡ്യൂറിംഗ് ദ ഇയർ, ആഡ് ചെയ്യുക. ആ ടോട്ടൽ ഫിഗറിൽ നിന്നും we have to deduct closing stock of such stock item, that is the stock as on the closing date. ഡിഡക്ട് ചെയ്ത് കിട്ടുന്ന ഫിഗർ ആണ് ഈ വർഷത്തെ ഉപയോഗിച്ച സ്റ്റോക്ക് ഇനത്തിൽ നമുക്ക് എക്സ്പെൻഡിച്ചർ സ്റ്റോക്ക് ഐറ്റം എന്നുള്ള ഗണത്തിൽപ്പെടുത്തി ഇത്തരം സ്റ്റോക്ക് ഐറ്റവുമായിട്ട് ബന്ധപ്പെട്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്ത് രേഖപ്പെടുത്തേണ്ടത്. ഈ ക്ലോസിംഗ് സ്റ്റോക്ക് ആയിട്ടുള്ള എമൗണ്ടിനെ കറണ്ട് ഇയറിലെ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ കാണിക്കുക. ഈ റിസൾട്ടിനെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്ത് ഡെബിറ്റ് സൈഡിൽ രേഖപ്പെടുത്തുക. ക്വസ്റ്റ്യൻ പ്രകാരമുള്ള ആൻസറും കൂടി ഈ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് കംപ്ലീറ്റ് ചെയ്യാം. ഇവിടെ സ്റ്റോക്ക് ഐറ്റം മെഡിസിൻസ് ആയിരുന്നു. സ്റ്റോക്ക് ഓഫ് മെഡിസിൻസ് എത്രത്തോളം കറണ്ട് ഇയറിൽ കൺസ്യൂം ചെയ്തു എന്നുള്ള കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതിനുവേണ്ടി സ്റ്റോക്ക് ഓഫ് മെഡിസിൻസിൽ ഓപ്പണിംഗ് ഡേറ്റിലുള്ള സ്റ്റോക്ക് നമ്മൾ രേഖപ്പെടുത്തി 62,000. ദാറ്റ് ഈസ് ദ സ്റ്റോക്ക് ആസ് ഓൺ 1/4/2014. അതിൻ്റെ ഒപ്പം നമ്മൾ ആദ്യം സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കി കണ്ടെത്തിയ കറണ്ട് ഇയർ പർച്ചേസസ് എന്ന് പറയുന്ന 3,55,300 ആഡ് ചെയ്തു. ഈ 3,55,300 ലഭിച്ചത് തൊട്ട് മുമ്പ് നമ്മൾ തയ്യാറാക്കിയ സ്റ്റേറ്റ്മെന്റ് പ്രകാരമാണ്. സോ ദ ടോട്ടൽ വിൽ ബിക്കം 4,17,300. അതിൽ നിന്ന് നമുക്ക് ഡിഡക്ട് ചെയ്യേണ്ടത് സ്റ്റോക്ക് ഓഫ് ഐറ്റത്തിലെ ക്ലോസിംഗ് ഡേറ്റിലുള്ള അൺയൂസ്ഡ് സ്റ്റോക്ക് ആണ്. അത് ക്വസ്റ്റ്യൻ പ്രകാരം 54,000 റുപ്പീസിന്റെ മെഡിസിൻസ് നമുക്ക് അൺയൂസ്ഡ് ആയിട്ട് ഉണ്ടായിരുന്നു. അത് ഡിഡക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫിഗർ 3,63,300. And that amount denotes the stock of medicines used or consumed during current year 2014-15, which is to be debited to income and expenditure account. ഇപ്പോൾ നമ്മൾ സ്റ്റേറ്റ്മെന്റിലൂടെയാണ് ഈ രണ്ട് കാൽക്കുലേഷൻസും നമ്മൾ പരിചയപ്പെട്ടത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസിലൊന്നും അഡ്വാൻസ് എന്ന് പറയുന്ന ഒരു ഇനം ഉണ്ടായിരുന്നില്ല. അതും കൂടി ഉൾപ്പെട്ടേക്കുന്ന ഈ ക്വസ്റ്റ്യൻ അക്കൗണ്ടിലൂടെയും കൂടി എങ്ങനെയാണ് നമ്മൾ രേഖപ്പെടുത്തുന്നതെന്നും കൂടെ നമുക്കൊന്ന് മനസ്സിലാക്കാം. സോ സീ ദ അക്കൗണ്ട് നമ്പർ 1, സ്റ്റോക്ക് ഓഫ് മെഡിസിൻസ് അക്കൗണ്ട്. മെഡിസിൻസിന്റെ അക്കൗണ്ടിനെ സൂചിപ്പിക്കുന്നു. ആ അക്കൗണ്ടിൽ ക്വസ്റ്റ്യൻ പ്രകാരമുള്ള ഇൻഫർമേഷൻ എല്ലാം നമ്മൾ രേഖപ്പെടുത്താൻ പോവാണ്. ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ ബ്രോഡ് ഡൗൺ ചെയ്യേണ്ടത് ഡെബിറ്റ് സൈഡിലാണ്. ക്വസ്റ്റ്യൻ പ്രകാരം അത് 62,000 റുപ്പീസ് ഉണ്ട്. ദാറ്റ് ഈസ് ഓപ്പണിംഗ് സ്റ്റോക്ക്. ഈ സ്റ്റോക്ക് ഐറ്റത്തിന്റെ ക്ലോസിംഗ് ഡേറ്റിലുള്ള എമൗണ്ട് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ക്യാരി ഡൗൺ ചെയ്യണം. അത് 54,000 ആയിരുന്നു. അത് ക്വസ്റ്റ്യനിൽ നമുക്ക് ലഭ്യമായിരുന്നു. ഇപ്പം നമ്മൾ നിലവിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റിൽ ബ്രോഡ് ഡൗൺ ചെയ്തു, ക്ലോസിംഗ് ബാലൻസ് ക്രെഡിറ്റിൽ ക്യാരി ഡൗൺ ചെയ്യുകയും ചെയ്തു. ഇനി ഈ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ രേഖപ്പെടുത്താനുള്ളത് ഈ വർഷം നമ്മൾ നടത്തിയ ക്യാഷ് പർച്ചേസസ് വല്ലതും ഉണ്ടെങ്കിൽ അതും, ഒപ്പം ക്രെഡിറ്റ് പർച്ചേസ് ഉണ്ടെങ്കിൽ ആ എമൗണ്ടുമാണ്. ഇവിടെ അങ്ങനെ ഒരു ഇൻഫർമേഷൻ എടുത്ത് പറയുന്നില്ല.
ടോട്ടൽ പേയ്മെന്റ് മെഡിസിൻസിന്റെ വകയായിട്ട് ഈ വർഷം നൽകിയേക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ നിന്നും നമ്മൾ സ്ക്രീൻ ചെയ്ത് കറണ്ട് ഇയറിലെ പർച്ചേസ് മാത്രമായിട്ട് പരിഗണിച്ചാണ് ഈ അക്കൗണ്ടിൽ പർച്ചേസ് ആയിട്ട് രേഖപ്പെടുത്തേണ്ട തുക എത്രയാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ അതിന്റെ തുടർച്ചയായിട്ട് നമ്മൾ ഈ അക്കൗണ്ട് ബാലൻസ് ചെയ്യണം. കറണ്ട് ഇയറിലെ പർച്ചേസ് എമൗണ്ടും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അതും കൂടി ഡെബിറ്റ് ചെയ്ത് അല്ലെങ്കിൽ രേഖപ്പെടുത്തി കറണ്ട് ഇയറിലെ സ്റ്റോക്ക് ഇനത്തിൽ എത്ര രൂപയുടെ മെഡിസിൻസ് നമ്മൾ കൺസ്യൂം ചെയ്തു ഉപയോഗിച്ചു ആ ചെലവ് കണ്ടെത്തി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമ്മൾ ഡെബിറ്റ് ചെയ്ത് രേഖപ്പെടുത്തേണ്ടതായിട്ട് വരും. സോ ഈ അക്കൗണ്ടിൽ കണ്ടെത്തി ഡെബിറ്റ് ചെയ്യേണ്ട കറണ്ട് ഇയറിലെ പർച്ചേസ് കണ്ടുപിടിക്കാനായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് 2 അക്കൗണ്ടുകളാണ് നമ്മൾ ഇനി പരിചയപ്പെടാൻ പോകുന്നത്. അതിലൊന്നാണ് ക്രെഡിറ്റേഴ്സ് ഫോർ മെഡിസിൻസ് പർച്ചേസ്ഡ് അക്കൗണ്ട്. ഓർക്കുക, ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കടത്തിന് മെഡിസിൻസ് പർച്ചേസ് ചെയ്ത വകയിൽ കുടിശ്ശികയുള്ള വിഭാഗക്കാരാണ് ക്രെഡിറ്റേഴ്സ്. സോ തീർച്ചയായിട്ടും സ്ഥാപനത്തിനെ സംബന്ധിച്ച് ഇവരുടെ അക്കൗണ്ട് ഒരു ലയബിലിറ്റിയെ സൂചിപ്പിക്കുന്നു. അതിൻ്റെ ഒപ്പം തന്നെ മൂന്നാമത്തെ അക്കൗണ്ടാണ് അഡ്വാൻസ് പെയ്ഡ് ടു സപ്ലയേഴ്സ്. മെഡിസിൻസ് സപ്ലൈ ചെയ്യുന്ന വ്യക്തികൾക്ക് അല്ലെങ്കിൽ ആ സ്ഥാപനങ്ങൾക്ക് നമ്മൾ കൊടുത്തേക്കുന്ന മുൻകൂർ തുക. ശരിക്കും ഈ 2 അക്കൗണ്ടും പരസ്പരം ബന്ധമുള്ളത് തന്നെയാണ്. ഈ രണ്ടും നമ്മുടെ സ്റ്റോക്ക് ഓഫ് മെഡിസിൻസ് അക്കൗണ്ടുമായിട്ട് റിലേറ്റഡുമാണ്. പക്ഷേ അഡ്വാൻസ് ടു സപ്ലയേഴ്സ് അക്കൗണ്ട് എന്ന് പറയുന്നത് മുൻകൂർ കൊടുത്ത തുകയെ സൂചിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ഒരു അസറ്റിനെയാണ് അത് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ക്രെഡിറ്റേഴ്സ് ഫോർ മെഡിസിൻസ് ഒരു ലയബിലിറ്റിയെ സൂചിപ്പിക്കുമ്പോൾ അഡ്വാൻസ് പേ ടു സപ്ലയേഴ്സ് നമുക്കൊരു അസറ്റായിട്ട് പരിഗണിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ 2 അക്കൗണ്ടുകളിലും ക്വസ്റ്റ്യൻ പ്രകാരമുള്ള ഇൻഫർമേഷൻസ് ഫില്ല് ചെയ്യാം. ശ്രദ്ധിക്കുക, കറക്റ്റായിട്ട് ഈ 2 അക്കൗണ്ടിലും തന്നേക്കുന്ന ഇൻഫർമേഷൻ മനസ്സിലാക്കി പോസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ സ്റ്റേറ്റ്മെന്റ് പ്രകാരം നമ്മൾ ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്പ് ഒരു തെറ്റും കൂടാതെ തന്നെ നമുക്ക് ഫില്ല് ചെയ്യാൻ സാധിക്കും. അതിലാദ്യം നമ്മൾ ഫില്ല് ചെയ്യാൻ പോകുന്ന അക്കൗണ്ട് എന്ന് പറയുന്നത് ക്രെഡിറ്റേഴ്സ് ഫോർ മെഡിസിൻസ് പർച്ചേസ്ഡ് അക്കൗണ്ട് ആണ്. ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അതൊരു ലയബിലിറ്റിയെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്ന ഇൻഫർമേഷൻ നമ്മൾ ബ്രോഡ് ഡൗൺ ചെയ്യേണ്ടത് ക്രെഡിറ്റ് സൈഡിലാണ്. തന്നേക്കുന്ന ഇൻഫർമേഷൻ 25,000 രൂപയാണ്. ക്രെഡിറ്റേഴ്സ് ഔട്ട്സ്റ്റാൻഡിംഗ് ആസ് ഓൺ ദ ക്ലോസിംഗ് ഡേറ്റ് നമ്മൾ ഡെബിറ്റിൽ ക്യാരി ഡൗൺ ചെയ്തു, അത് 17,000 രൂപയാണ്. ഇനി നമ്മൾ അടുത്ത അക്കൗണ്ടിലോട്ട് മൂവ് ചെയ്യുകയാണ്. ദാറ്റ് ഈസ് അഡ്വാൻസ് ടു സപ്ലയേഴ്സ് അക്കൗണ്ട്. അതൊരു അസറ്റിനെ സൂചിപ്പിക്കുന്നതായിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ആ ഒരു അക്കൗണ്ടിന്റെ ഓപ്പണിംഗ് ബാലൻസ് തീർച്ചയായിട്ടും നമ്മൾ ഡെബിറ്റിലാണ് ബ്രോഡ് ഡൗൺ ചെയ്യേണ്ടത്. അതിന്റെ തുക 11,500 ആയിരുന്നു. ആ അഡ്വാൻസ് സപ്ലയേഴ്സ് അക്കൗണ്ടിന്റെ ക്ലോസിംഗ് ബാലൻസ് നമ്മൾ ക്രെഡിറ്റിൽ ക്യാരി ഡൗൺ ചെയ്യണം. ആ തുക 18,200 ഇപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പ്രകാരമുള്ള ഇൻഫർമേഷൻസ് കറക്റ്റായിട്ട് ഈ 2 അക്കൗണ്ടിലും പോസ്റ്റ് ചെയ്തു. നോർമലി ക്രെഡിറ്റേഴ്സ് ഫോർ മെഡിസിൻസ് പർച്ചേസ്ഡ് അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ ആ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ നിന്നുമാണ് ഡിഫറൻസ് ഫിഗർ ആയിട്ട് കറണ്ട് ഇയറിലെ ക്രെഡിറ്റ് പർച്ചേസസ് നമുക്ക് ലഭ്യമാകുന്നത്. ആ അക്കൗണ്ട് കംപ്ലീറ്റ് ചെയ്ത് ബാലൻസ് ചെയ്ത് നോക്കുമ്പോഴേ നമുക്കത് അറിയാൻ സാധിക്കത്തുള്ളൂ ക്രെഡിറ്റ് പർച്ചേസസ് എത്രയാണ് നമ്മൾ ഈ വർഷം നടത്തിയെന്നുള്ളത്. ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് തയ്യാറാക്കി ബാലൻസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് സൈഡിൽ നിന്നുമാണ് നമുക്ക് ക്രെഡിറ്റ് പർച്ചേസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നത്. ഇത്തരത്തിൽ കണ്ടെത്തുന്ന ഈ ക്രെഡിറ്റ് പർച്ചേസിനെയാണ് നമ്മൾ സ്റ്റോക്ക് അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റേഴ്സ് ഫോർ സ്റ്റോക്ക് ഐറ്റം എന്നുള്ള പേരിൽ ക്രെഡിറ്റ് പർച്ചേസ് ആയിട്ട് രേഖപ്പെടുത്തി കാണിക്കുന്നത്. സോ ദ എൻട്രി ഈസ് സ്റ്റോക്ക് ഓഫ് മെഡിസിൻസ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ക്രെഡിറ്റേഴ്സ് ഫോർ മെഡിസിൻസ് അക്കൗണ്ട് വിച്ച് ഡിനോട്ട്സ് ദ ക്രെഡിറ്റ് പർച്ചേസ് റിലേറ്റിംഗ് ടു ദാറ്റ് പർട്ടിക്കുലർ സ്റ്റോക്ക് ഐറ്റം മെയ്ഡ് ഡ്യൂറിംഗ് ദ കറണ്ട് ഇയർ. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞൊരു കാര്യമാണ്, ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് തയ്യാറാക്കിയിട്ടാണ് ക്രെഡിറ്റ് പർച്ചേസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുന്നത്. നിലവിൽ നമുക്ക് മറ്റ് ഇൻഫർമേഷനുമായിട്ട് മുന്നോട്ട് പോകാം. ക്രെഡിറ്റേഴ്സ് ഫോർ മെഡിസിൻസ് പർച്ചേസ്ഡ് അക്കൗണ്ടിൽ ഇനി നമ്മൾ രേഖപ്പെടുത്താൻ പോകുന്നത് കറണ്ട് ഇയറിലെ പേയ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് തന്നേക്കുന്ന 3,70,000 rupees എന്ന് പറയുന്ന തുക രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. ഈ തുക റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിന്റെ പേയ്മെന്റ് സൈഡിൽ നിന്ന് നമുക്ക് ലഭ്യമായ തുകയാണ്. ഈ തുക എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ ഈ വർഷത്തെ മെഡിസിൻസിന്റെ പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നൽകിയേക്കുന്ന തുകയാണ് ഈ 3,70,000 rupees. ഈ എമൗണ്ടിനെയാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പോകുന്നത്. കറണ്ട് ഇയറിലെ സ്റ്റോക്കിന് വേണ്ടി നൽകിയ പേയ്മെന്റ് ഇതിൽ എത്ര എന്നുള്ളത് കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ അതിനെ സ്റ്റോക്ക് കൺസ്യൂംഡ് എന്ന് പറയുന്ന മിസ്സിംഗ് ഫിഗർ കണ്ടെത്താനായിട്ട് ഉപയോഗിക്കുന്നത്. സോ അതിലേക്കായിട്ടാണ് ഈ ട്രാൻസ്ഫർ ഇപ്പോൾ നമ്മൾ ചെയ്തേക്കുന്നത്. ശ്രദ്ധിക്കുക, ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൽ നമ്മൾ ഈ വർഷം അതുമായിട്ട് ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ടോട്ടൽ എമൗണ്ട് ഡെബിറ്റ് ചെയ്തു 3,70,000. ഇനി നമ്മൾ അഡ്ജസ്റ്റ്മെന്റിലേക്ക് പോവുകയാണ്. പർച്ചേസസ് ഡ്യൂറിംഗ് ദ കറണ്ട് ഇയർ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ തയ്യാറാക്കിയ സ്റ്റേറ്റ്മെന്റിലെ ഇനങ്ങളെക്കുറിച്ചും കൂടി ഓർത്തുകൊണ്ട് വേണം ഈ അക്കൗണ്ടിലൂടെ നമ്മളൊന്ന് ശ്രദ്ധിക്കാൻ. അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്തത് ഈ വർഷം
മെഡിസിൻസ് പർച്ചേസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നൽകിയ തുക, എമൗണ്ട് പെയ്ഡ് ടുവേർഡ്സ് മെഡിസിൻസ് നമ്മൾ സ്റ്റാർട്ടിംഗ് ഫിഗർ ആയിട്ട് കൊണ്ടുവന്നു. അതിൻ്റെ ഒപ്പം നമ്മൾ ആഡ് ചെയ്ത ഒന്നാമത്തെ ഐറ്റം ക്രെഡിറ്റേഴ്സ് ഔട്ട്സ്റ്റാൻഡിംഗ് ആസ് ഓൺ ക്ലോസിംഗ് ഡേറ്റ്, അതാണ് ഈ 17,000 രൂപ. അക്കൗണ്ടിൽ ഒരേ സൈഡിൽ തന്നെയല്ലേ ആഡ് ചെയ്യേണ്ട എമൗണ്ടുകൾ വരുന്നത് നോക്കി. സോ സ്റ്റേറ്റ്മെന്റും കൂടി പ്രൂവ് ചെയ്ത് പോകുന്ന ഒരു പ്രൊസീജിയറാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ കാണിക്കുന്നത്. സോ ക്രെഡിറ്റേഴ്സ് ഔട്ട്സ്റ്റാൻഡിംഗ് ആസ് ഓൺ ദ ക്ലോസിംഗ് ഡേറ്റ് നമ്മൾ ആഡ് ചെയ്തു. അഡ്വാൻസ് പെയ്ഡ് ടു സപ്ലയേഴ്സിന്റെ ഓപ്പണിംഗ് ഡേറ്റിലുള്ള ഫിഗറാണ് നമ്മൾ അതിനോടൊപ്പം ആഡ് ചെയ്തത്. അത് എത്രയായിരുന്നു? 11,500 വിച്ച് ഡിനോട്ട്സ് ദ അഡ്വാൻസ് സപ്ലയേഴ്സ് ഓൺ ദ ഓപ്പണിംഗ് ഡേറ്റ്. അപ്പോൾ ഈ 3 ഫിഗറും കൂടി ആഡ് ചെയ്താണ് നമ്മൾ സ്റ്റേറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത്. ഇനി ആ ടോട്ടൽ നമുക്ക് കിട്ടിയത് 3,98,500 ആയിരുന്നു. ഇനി നമുക്ക് ഡിഡക്റ്റ് ചെയ്യുന്നത് എന്തൊക്കെയാന്ന് നോക്കാം. നേരെ ഓപ്പോസിറ്റ് സൈഡിൽ അക്കൗണ്ട്സ് കറക്റ്റായിട്ട് പോസ്റ്റിംഗ് നമ്മൾ നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സൈഡിൽ തന്നെ ആഡ് ചെയ്യേണ്ടതെല്ലാം രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇനി നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് അതിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യേണ്ട ഇനങ്ങളുടെ സാന്നിധ്യം. അതിലൊന്നാണ് ക്രെഡിറ്റേഴ്സ് ഔട്ട്സ്റ്റാൻഡിംഗ് ആസ് ഓൺ ദ ഓപ്പണിംഗ് ഡേറ്റ്. 25,000 രൂപ നമ്മൾ ഡിഡക്റ്റ് ചെയ്തു. That denotes the creditors outstanding as on the opening date. Then next we have to deduct the advance paid to suppliers as on the closing date. അത് ക്വസ്റ്റ്യൻ പ്രകാരം 18,200 അക്കൗണ്ടിൽ നമ്മൾ രേഖപ്പെടുത്തി വെച്ചേക്കുവാണ്. അഡ്വാൻസ് സപ്ലയേഴ്സ് ഓൺ ദ ക്ലോസിംഗ് ഡേറ്റും കൂടി ഡിഡക്റ്റ് ചെയ്താൽ we will get the result 3,55,300 which is to be shown as the purchases made during the year in stock of medicines account. ഈ എമൗണ്ടിനെയാണ് കറണ്ട് ഇയറിലെ പർച്ചേസ് ആയിട്ട് കൺസേൺഡ് സ്റ്റോക്ക് അക്കൗണ്ടിൽ നമ്മൾ പർച്ചേസ് ആയിട്ട് രേഖപ്പെടുത്തി കാണിക്കേണ്ടത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് സ്റ്റോക്ക് ഓഫ് മെഡിസിൻസ് അക്കൗണ്ട് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ അതിൽ നിന്നും കിട്ടുന്ന ഫിഗറാണ് സ്റ്റോക്ക് ഓഫ് മെഡിസിൻസ് കൺസ്യൂംഡ് ഡ്യൂറിങ് ദ കറണ്ട് ഇയർ വിച്ച് ഈസ് ടു ബി ട്രാൻസ്ഫേർഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇപ്പോൾ നമ്മൾ അക്കൗണ്ടുകളെ ഒന്നും ബാലൻസ് ചെയ്തില്ല. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് അക്കൗണ്ടുകളിൽ പോസ്റ്റിംഗ് മാത്രമേ നടത്തിയുള്ളൂ. ഇനി അക്കൗണ്ടുകൾ ബാലൻസ് ചെയ്ത് എങ്ങനെയാണ് ഈ സൊല്യൂഷനിലോട്ട് എത്തിക്കുന്നതെന്നും കൂടെ നമുക്ക് നോക്കാം. 3 അക്കൗണ്ടുകൾ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ ഞാൻ പ്രസന്റ് ചെയ്യാണ്. സ്റ്റോക്ക് ഓഫ് മെഡിസിൻസ് അക്കൗണ്ട്, ക്രെഡിറ്റേഴ്സ് ഫോർ മെഡിസിൻസ് പർച്ചേസ്ഡ് അക്കൗണ്ടും അഡ്വാൻസ്ഡ് സപ്ലൈസ് അക്കൗണ്ടും. 3ലും ഓൾറെഡി നമ്മൾ രേഖപ്പെടുത്തിയ ഇൻഫർമേഷൻസ് നമ്മൾ അതേപടി തന്നെ രേഖപ്പെടുത്തുവാണ്. ക്വസ്റ്റ്യനിൽ തന്നേക്കുന്ന ഓപ്പണിംഗ് ബാലൻസിൻ്റെയും ക്ലോസിംഗ് ബാലൻസിൻ്റെയും ഫിഗറുകൾ അതാത് അക്കൗണ്ടുകളിൽ നമ്മൾ രേഖപ്പെടുത്തി. ക്രെഡിറ്റേഴ്സ് ഫോർ മെഡിസിൻസ് അക്കൗണ്ടിൽ ഈ വർഷം നമ്മൾ നൽകിയ പേയ്മെൻറ്റ് 3,70,000 റുപ്പീസ് ഡെബിറ്റ് ചെയ്ത് കാണിച്ചു. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓരോ അക്കൗണ്ടിനെയും ക്ലോസ് ചെയ്ത് ബാലൻസ് ട്രാൻസ്ഫർ ചെയ്ത് ഫൈനൽ ആൻസറിലോട്ട് എത്തിക്കാനുള്ളൊരു ശ്രമമാണ്. അതിലേക്കായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അഡ്വാൻസ് സപ്ലയേഴ്സ് അക്കൗണ്ടാണ് ക്ലോസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ 2 സൈഡും ടോട്ടൽ രേഖപ്പെടുത്തി 18,200. ഈ അക്കൗണ്ടിൻ്റെ ബാലൻസ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നത് തൊട്ട് മുകളിലുള്ള അതുമായിട്ട് തന്നെ ബന്ധമുള്ള ക്രെഡിറ്റേഴ്സ് ഫോർ മെഡിസിൻസ് പർച്ചേസ്ഡ് അക്കൗണ്ടിലോട്ടാണ്. ശ്രദ്ധിക്കുക, എത്ര രൂപ ബാലൻസ് ഉണ്ടെന്നൊന്ന് കണ്ടെത്താം. 6,700 രൂപയാണ് ഈ അക്കൗണ്ടിൻ്റെ ബാലൻസ്. അത് ഞാൻ ക്രെഡിറ്റേഴ്സ് ഫോർ മെഡിസിൻസ് അക്കൗണ്ടിലോട്ട് ക്ലോസ് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. So that amount will appear on creditors for medicines purchased account on the credit side as by advance to suppliers account. So the entry for closing the advance to suppliers account is advance to suppliers account debited to creditors for medicines account. അക്കൗണ്ടുകളെല്ലാം പരസ്പരം ബന്ധമുള്ളത് കൊണ്ടാണ് ഈ ക്ലോസിംഗ് നമുക്ക് പോസിബിൾ ആകുന്നത്. സോ ഈ അക്കൗണ്ടിലെ ബാലൻസ് തീർച്ചയായിട്ടും നമുക്ക് ക്രെഡിറ്റേഴ്സ് ഫോർ മെഡിസിൻസ് അക്കൗണ്ടുമായിട്ട് ബന്ധമുള്ളത് കൊണ്ട് തന്നെ അങ്ങോട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. നമ്മൾ അടുത്ത ചെയ്യാൻ പോകുന്നത് ക്രെഡിറ്റേഴ്സ് ഫോർ മെഡിസിൻസ് പർച്ചേസ്ഡ് അക്കൗണ്ട് ക്ലോസ് ചെയ്ത് ബാലൻസ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് 2 സൈഡ് ഞാൻ ടോട്ടൽ ചെയ്യാൻ പോവുകയാണ്. 3,87,000 റുപ്പീസ് ടോട്ടൽ വന്നു. ബാലൻസ് എവിടെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ക്രെഡിറ്റ് സൈഡിൽ ബാലൻസ് വരുന്നു. ആൻഡ് ദാറ്റ് ഈസ് 3,55,300 which should be transferred to stock of medicines account that denotes the purchases made during the current year. സോ സ്റ്റേറ്റ്മെന്റ് പ്രകാരം കിട്ടിയ അതേ ആൻസർ തന്നെയാണ് അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുന്നത്. ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിന്റെ ഈ ബാലൻസ് ആണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ക്രെഡിറ്റ് പർച്ചേസിനെ സൂചിപ്പിക്കുന്നത്. ഈ പർച്ചേസ് എമൗണ്ട് ആണ് കറണ്ട് ഇയറിലെ പർച്ചേസ് ആയിട്ട് പരിഗണിച്ച് സ്റ്റോക്ക് ഓഫ് മെഡിസിൻസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ പർച്ചേസിന്റെ ഫിഗർ ആയിട്ട് നമ്മൾ രേഖപ്പെടുത്തി കാണിക്കേണ്ടത്.
ഇപ്പോൾ നമ്മൾ 2 അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്ത് ഫൈനൽ എമൗണ്ടിനെ സ്റ്റോക്ക് ഓഫ് മെഡിസിൻസ് അക്കൗണ്ടിലോട്ട് കൊണ്ടുവന്ന് രേഖപ്പെടുത്തി. അത് പർച്ചേസിനെ സൂചിപ്പിക്കുന്നു. ഇനി സ്റ്റോക്ക് ഓഫ് മെഡിസിൻസ് അക്കൗണ്ടും കൂടി കംപ്ലീറ്റ് ആയാൽ വി വിൽ അറൈവ് അറ്റ് ദ ഫൈനൽ ആൻസർ, ദാറ്റ് ഈസ് ദ സ്റ്റോക്ക് കൺസ്യൂംഡ് ഡ്യൂറിങ് ദ കറണ്ട് ഇയർ. സോ അതിലേക്കായിട്ട് സ്റ്റോക്ക് ഓഫ് മെഡിസിൻസ് അക്കൗണ്ട് ഞാൻ ക്ലോസ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ രേഖപ്പെടുത്തിയ 3,55,300നെ ക്രെഡിറ്റ് പർച്ചേസ് എന്നുള്ള പേരിൽ ക്രെഡിറ്റേഴ്സ് ഫോർ മെഡിസിൻസ് അക്കൗണ്ട് എന്ന് ഡെബിറ്റ് ചെയ്ത് കാണിച്ചു. സോ ദ എൻട്രി ഫോർ ക്ലോസിംഗ് ദ ക്രെഡിറ്റേഴ്സ് ഫോർ മെഡിസിൻസ് അക്കൗണ്ട് ഈസ് സ്റ്റോക്ക് ഓഫ് മെഡിസിൻസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്രെഡിറ്റേഴ്സ് ഫോർ മെഡിസിൻസ് പർച്ചേസ്ഡ് അക്കൗണ്ട്. സോ ഇറ്റ് ഡിനോട്ട്സ് ദ കറണ്ട് ഇയർ പർച്ചേസസ് മെയ്ഡ് ഓൺ ക്രെഡിറ്റ്. സ്റ്റോക്ക് ഓഫ് മെഡിസിൻസ് അക്കൗണ്ടിന്റെ ബാലൻസ് ആണ് സ്റ്റോക്ക് ഓഫ് മെഡിസിൻസ് കൺസ്യൂംഡ് എന്നുള്ള ഫിഗറിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. ഇനി ബാലൻസ് നിൽക്കുന്ന സ്റ്റോക്ക് ഓഫ് മെഡിസിൻസ് അക്കൗണ്ടും കൂടെ ക്ലോസ് ചെയ്യാൻ പോവാണ്. അതിന്റെ ഭാഗമായിട്ട് 2 സൈഡും ഞാൻ ടോട്ടൽ ചെയ്തു. 4,17,300 ആൻഡ് ദ ബാലൻസ് വിൽ അപ്പിയർ ഓൺ ദ credit side and the result is 3,63,300. It denotes the amount of stock of medicines consumed during the current year and it is to be transferred to income and expenditure account being the stock consumed during the year. സോ 3,63,300 ആണ് ഫൈനൽ ആൻസർ ആയിട്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലോട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കാണിക്കേണ്ടത്. അക്കൗണ്ടുകൾ ബാലൻസ് ചെയ്ത് എങ്ങനെയാണ് നമ്മുടെ ഫൈനൽ റിസൾട്ടിലോട്ട് എത്തിക്കുന്നതെന്നും കൂടി മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോൾ ചെയ്തത് എന്താ, അഡ്വാൻസ് സപ്ലയേഴ്സ് അക്കൗണ്ട് ആദ്യം ക്ലോസ് ചെയ്ത് ആ ബാലൻസിനെ ക്രെഡിറ്റേഴ്സ് ഫോർ മെഡിസിൻസ് അക്കൗണ്ടിലോട്ട് പോസ്റ്റ് ചെയ്തു. അതിനുശേഷം ക്രെഡിറ്റേഴ്സ് ഫോർ മെഡിസിൻസ് അക്കൗണ്ട് ക്ലോസ് ചെയ്ത് അവിടെ നിന്ന് കണ്ടെത്തിയ ക്രെഡിറ്റ് പർച്ചേസ് എന്ന് പറയുന്ന ബാലൻസിങ് ഫിഗറിനെ നമ്മൾ സ്റ്റോക്ക് ഓഫ് മെഡിസിൻസ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു. സ്റ്റോക്ക് ഓഫ് മെഡിസിൻസ് അക്കൗണ്ടിൽ പർച്ചേസും കൂടി കിട്ടിക്കഴിഞ്ഞ സ്ഥിതിക്ക് ആ ലഭ്യമായ ഇൻഫർമേഷൻ വെച്ചുകൊണ്ട് നമ്മൾ ആ വർഷത്തെ മെഡിസിൻസ് കൺസ്യൂംഡ് കണ്ടെത്തി അക്കൗണ്ട് ബാലൻസ് ചെയ്ത് കണ്ടെത്തിയ ഫിഗറാണ് നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ നിൽക്കുന്നത്, 3,63,300 റുപ്പീസ്. സോ ഈ രീതിയിലാണ് സ്റ്റേറ്റ്മെന്റ് മെത്തേഡിലൂടെയും അക്കൗണ്ടുകളുടെ പോസ്റ്റിങ്ങിലൂടെയും അക്കൗണ്ടുകളുടെ ബാലൻസിങ്ങിലൂടെയും നമ്മൾ റിസൾട്ടിലോട്ട് എത്തുന്നത്. ഇത് 3ഉം പരസ്പരം ബന്ധമുള്ള മെത്തേഡുകൾ തന്നെയാണ്. നമ്മുടെ അപ്രോച്ചിൽ മാത്രം നമ്മൾ വ്യത്യാസം വരുന്നു. കൺസെപ്റ്റ് സെയിം ആണ്, റിസൾട്ടും സെയിം ആയിരിക്കും. സ്റ്റേറ്റ്മെന്റ് മെത്തേഡിൽ നമ്മൾ ഫോളോ ചെയ്ത സ്റ്റെപ്പ് ഈ രീതിയിലായിരുന്നു. ടോട്ടൽ നമ്മൾ നൽകിയ പേയ്മെന്റ് അതിൽ സ്റ്റാർട്ട് ചെയ്ത് അതിനോടൊപ്പം നമ്മൾ എന്ത് ആഡ് ചെയ്തു, ക്രെഡിറ്റേഴ്സ് ഔട്ട്സ്റ്റാൻഡിങ് ആസ് ഓൺ ദ ക്ലോസിംഗ് ഡേറ്റ് ആഡ് ചെയ്തു. അതിനോടൊപ്പം അഡ്വാൻസ് പേ ടു സപ്ലയേഴ്സ് ആസ് ഓൺ ദ ഓപ്പണിംഗ് ഡേറ്റ് ആഡ് ചെയ്തു. ആ കിട്ടിയ ടോട്ടൽ ഫിഗറിൽ നിന്നും 3,98,500 നിന്നും ഡിഡക്ട് ചെയ്ത പോർഷൻ എന്തൊക്കെയായിരുന്നു, ക്രെഡിറ്റേഴ്സ് ഔട്ട്സ്റ്റാൻഡിങ് ആസ് ഓൺ ദ ഓപ്പണിംഗ് ഡേറ്റ് ഡിഡക്ട് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ ഡിഡക്ട് ചെയ്ത് അഡ്വാൻസ് പേ ടു സപ്ലയേഴ്സ് ആസ് ഓൺ ദ ക്ലോസിംഗ് ഡേറ്റും ഡിഡക്ട് ചെയ്തു. ആ കിട്ടിയ റിസൾട്ട് ആയിരുന്നു 3,55,300. ദാറ്റ് ഡിനോട്ട്സ് ദ കറണ്ട് ഇയർ പർച്ചേസസ്. സോ 3,70,000 സ്ക്രീൻ ചെയ്ത് നമ്മൾ 3,55,300 എത്തിച്ചു. ആ എമൗണ്ട് ആണ് സ്റ്റോക്ക് ഓഫ് മെഡിസിൻസ് അക്കൗണ്ടിൽ കറണ്ട് ഇയറിലെ പർച്ചേസ് ആയിട്ട് നമ്മൾ പരിഗണിച്ചതും. ആ എമൗണ്ട് പരിഗണിച്ചുകൊണ്ടാണ് കറണ്ട് ഇയറിലെ സ്റ്റോക്ക് കൺസ്യൂംഡ് നമ്മൾ കണ്ടെത്തിയത്. ആ എമൗണ്ട് വെച്ചുകൊണ്ട് സ്റ്റോക്ക് ഓഫ് മെഡിസിൻസ് അക്കൗണ്ട് കംപ്ലീറ്റ് ചെയ്തത് ഈ രീതിയിലായിരുന്നു. മെഡിസിൻസിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ ബ്രോഡ് ഡൗൺ ചെയ്തു ഡെബിറ്റ് സൈഡിൽ. കറണ്ട് ഇയറിലെ പർച്ചേസ് നമ്മൾ 3,55,300 ഈ രീതിയിൽ നമ്മൾ രേഖപ്പെടുത്തി ഡെബിറ്റ് ചെയ്ത് കാണിച്ചു. ക്ലോസിംഗ് ബാലൻസ് ആയിട്ടുള്ള സ്റ്റോക്ക് ഓഫ് മെഡിസിൻസ് അക്കൗണ്ടിലെ ക്ലോസിംഗ് ബാലൻസ് നമ്മൾ ക്യാരി ഡൗൺ ചെയ്തു ക്രെഡിറ്റ് സൈഡിൽ 54,000. അക്കൗണ്ട് നമ്മൾ ബാലൻസ് ചെയ്തപ്പോൾ 3,63,300 റുപ്പീസ് നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കറണ്ട് ഇയറിലെ സ്റ്റോക്ക് കൺസ്യൂംഡ് ആയിട്ട് നമ്മൾ ഡെബിറ്റ് ചെയ്ത് കാണിച്ചു. ഒപ്പം ക്ലോസിംഗ് ഡേറ്റിലുള്ള സ്റ്റോക്കിൽ മിച്ചമുള്ള 54,000 റുപ്പീസിനെ കറണ്ട് ഇയറിലെ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ രേഖപ്പെടുത്തി കാണിക്കുകയും ചെയ്തു. നമ്മൾ തയ്യാറാക്കിയ ഈ ഓരോ അക്കൗണ്ടുകളുടെയും ക്ലോസിംഗ് ബാലൻസുകൾ നമ്മൾ എവിടെയൊക്കെയാണ് രേഖപ്പെടുത്തേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കണം. തീർച്ചയായിട്ടും അതിൽ സ്റ്റോക്ക് ഓഫ് മെഡിസിൻസ് അക്കൗണ്ടിന്റെ ഈ റൗണ്ട് ചെയ്തേക്കുന്ന ഫിഗർ നമ്മുടെ കറണ്ട് ഇയർ പർച്ചേസ് ആയിട്ട് നമ്മൾ കണ്ടെത്തിയ ഫിഗറാണ്. ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് തയ്യാറാക്കി നമ്മൾ കണ്ടെത്തിയ ഫിഗർ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റിലൂടെ നമ്മൾ കണ്ടെത്തിയ ഫിഗർ കറണ്ട് ഇയർ പർച്ചേസസ്. ഈ 3,63,300 റുപ്പീസ് ആണ് കറണ്ട് ഇയറിലെ സ്റ്റോക്ക് കൺസംഷൻ എന്നുള്ള പേരിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്ത് കാണിക്കേണ്ട എമൗണ്ട്. സ്റ്റോക്ക് ഓഫ് മെഡിസിൻസ് അക്കൗണ്ടിന്റെ ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് ക്യാരി ഡൗൺ ചെയ്തേക്കുന്ന 54,000 റുപ്പീസിനെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് മെഡിസിൻസ് എന്നുള്ള പേരിൽ രേഖപ്പെടുത്തി കാണിക്കുക. ക്രെഡിറ്റേഴ്സ് ഫോർ മെഡിസിൻസ് പർച്ചേസ്ഡ് അക്കൗണ്ട് അഥവാ ഔട്ട്സ്റ്റാൻഡിംഗ് ക്രെഡിറ്റേഴ്സ് എന്നുള്ള
17,000 രൂപ, അതായത് ക്രെഡിറ്റേഴ്സ് ഫോർ മെഡിസിൻസ് പർച്ചേസ്ഡ് അക്കൗണ്ടിന്റെ ക്ലോസിംഗ് ഫിഗർ 17,000 രൂപ ഈ വർഷത്തെ ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ ക്രെഡിറ്റേഴ്സ് ഔട്ട്സ്റ്റാൻഡിംഗ് എന്നുള്ള പേരിൽ തന്നെ കാണിക്കുക. അഡ്വാൻസ് ടു സപ്ലയേഴ്സ് അക്കൗണ്ടിന്റെ ക്ലോസിംഗ് ബാലൻസ് ആയിട്ടുള്ള 18,200 ഫ്രണ്ട് ഇയറിലെ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ അഡ്വാൻസ് ടു സപ്ലയേഴ്സ് എന്നുള്ള പേരിൽ തന്നെ രേഖപ്പെടുത്തി കാണിക്കുകയും വേണം. ഈ രീതിയിലാണ് നമ്മൾ 3 അക്കൗണ്ടുകളുടെ ബാലൻസുകൾ ബാലൻസ് ഷീറ്റിൽ നമ്മൾ രേഖപ്പെടുത്തി കാണിക്കേണ്ടത്. നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് രേഖപ്പെടുത്താനായിട്ട് ഒരു ഷോർട്ട് കട്ടും കൂടി പറഞ്ഞു നമുക്ക് ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം. ഇവിടെ ഞാൻ 2 അക്കൗണ്ട് മാത്രമേ തയ്യാറാക്കുന്നുള്ളൂ. അതിലൊന്ന് സ്റ്റോക്ക് ഓഫ് മെഡിസിൻസ് അക്കൗണ്ടാണ്, 2 ക്രെഡിറ്റേഴ്സ് ഫോർ മെഡിസിൻസ് അക്കൗണ്ടാണ്. ഇനി സ്റ്റോക്ക് ഓഫ് മെഡിസിൻസ് അക്കൗണ്ടിൽ ഞാൻ ആസ് യൂഷ്വൽ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും ബ്രോഡ് ഡൗണും ക്യാരി ഡൗൺ ചെയ്ത് കാണിച്ചു. ക്വസ്റ്റ്യൻ പ്രകാരമുള്ള ഫിഗറാണ് ഈ രേഖപ്പെടുത്തിയേക്കുന്നത്. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ക്രെഡിറ്റേഴ്സ് ഫോർ മെഡിസിൻസ് അക്കൗണ്ടിനെ ഞാൻ 2 ആംഗിളിൽ കാണാൻ ശ്രമിക്കുകയാണ്. ക്രെഡിറ്റേഴ്സ് ഫോർ മെഡിസിൻസ് അക്കൗണ്ട് നമുക്കൊരു ലയബിലിറ്റി അക്കൗണ്ട് ആണ്. അതേസമയം അഡ്വാൻസ് പെയ്ഡ് ടു സപ്ലയേഴ്സ് എന്നുള്ള ഒരു അക്കൗണ്ടും കൂടി നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്തു. ആ എമൗണ്ടുകളും കൂടി ഞാൻ ഈ അക്കൗണ്ടിൽ തന്നെ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അറ്റ് എ ടൈം ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്ന പരസ്പരം ബന്ധമുള്ള 2 അക്കൗണ്ടുകളെയും കൂടി ഒറ്റ അക്കൗണ്ടിൽ ഞാൻ മെർജ് ചെയ്യാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ടിനെ ലയബിലിറ്റി ആയിട്ടും പരിഗണിച്ചുകൊണ്ട് രേഖപ്പെടുത്തുന്നു, അഡ്വാൻസ് പെയ്ഡിനെ അസറ്റായിട്ട് പരിഗണിച്ചുകൊണ്ടും രേഖപ്പെടുത്തി നിങ്ങളുടെ മുമ്പിൽ ആ ഷോർട്ട് കട്ട് ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഇനി രേഖപ്പെടുത്താൻ പോകുന്നത് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിലാണ്. ഓർക്കേണ്ട ഒരു കാര്യം, ഈ അക്കൗണ്ടിൽ തന്നെ അഡ്വാൻസ് നമ്മൾ രേഖപ്പെടുത്തും, ഔട്ട്സ്റ്റാൻഡിംഗ് നമ്മൾ രേഖപ്പെടുത്തും. സോ ആദ്യം ഔട്ട്സ്റ്റാൻഡിംഗ് എടുക്കാം. ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത് ലയബിലിറ്റി ആയിരുന്നു. സോ അതിന്റെ ഓപ്പണിംഗ് ബാലൻസ് 25,000 രൂപ നമ്മൾ ക്രെഡിറ്റിൽ ആദ്യ ഇനമായിട്ട് ബ്രോഡ് ഡൗൺ ചെയ്ത് കാണിച്ചു. ദാറ്റ് ഈസ് ക്രെഡിറ്റേഴ്സ് ഫോർ മെഡിസിൻസ് ആസ് ഓൺ ദ ഓപ്പണിംഗ് ഡേറ്റ്. നമ്മൾ അതിന്റെ തന്നെ ക്ലോസിംഗ് ബാലൻസ് നമ്മൾ ഡെബിറ്റ് സൈഡിൽ ക്യാരി ഡൗൺ ചെയ്ത് കാണിച്ചു. ഔട്ട്സ്റ്റാൻഡിംഗ് ക്രെഡിറ്റേഴ്സ് ആസ് ഓൺ ദ ക്ലോസിംഗ് ഡേറ്റ് നമ്മൾ ലാസ്റ്റ് ഐറ്റം ആയിട്ട് ക്യാരി ഡൗൺ ചെയ്ത് കാണിച്ചു 17,000 രൂപ. ക്രെഡിറ്റേഴ്സ് ഫോർ മെഡിസിൻസ് ആസ് ഓൺ ദ ക്ലോസിംഗ് ഡേറ്റ്. അപ്പോൾ ക്രെഡിറ്റേഴ്സ് ഔട്ട്സ്റ്റാൻഡിങ്ങിന്റെ 2 ഫിഗറുകളാണ് നമ്മളിപ്പോൾ രേഖപ്പെടുത്തിയത്. ഇനി നമുക്ക് അഡ്വാൻസിനെയും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പോവാണ്. സോ അഡ്വാൻസ് പെയ്ഡ് ടു സപ്ലയേഴ്സ് എന്ന് പറയുന്നത് അസറ്റിനെ സൂചിപ്പിക്കുന്ന ഒരു ഇനമാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഓപ്പണിംഗ് ബാലൻസ് ഞാൻ ഡെബിറ്റ് സൈഡിൽ രേഖപ്പെടുത്തി. അഡ്വാൻസ് ടു സപ്ലയേഴ്സ് ആസ് ദ ഓപ്പണിംഗ് ഡേറ്റ് അതിന്റെ ക്ലോസിംഗ് ബാലൻസ് ആയിട്ടുള്ള 18,200 ക്രെഡിറ്റ് സൈഡിൽ ക്യാരി ഡൗൺ ചെയ്തും ഞാൻ രേഖപ്പെടുത്തി കാണിക്കുവാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്തത് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൽ തന്നെ ഔട്ട്സ്റ്റാൻഡിംഗ് ആസ് ഓൺ ദ ഓപ്പണിംഗ് ഡേറ്റും ഔട്ട്സ്റ്റാൻഡിംഗ് ആസ് ഓൺ ദ ക്ലോസിംഗ് ഡേറ്റും രേഖപ്പെടുത്തി. അതുപോലെ തന്നെ അഡ്വാൻസിന്റെ ഓപ്പണിംഗ് ഫിഗറും അതുപോലെ തന്നെ ക്ലോസിംഗ് ഫിഗറും നമ്മൾ രേഖപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 2 അക്കൗണ്ടും കൂടി ക്ലബ് ചെയ്ത് ഒറ്റ അക്കൗണ്ട് ആക്കി തന്നെ ഞാൻ അവതരിപ്പിച്ചു. ഇത് രണ്ടും തമ്മിൽ മെർജ് ചെയ്യാനുള്ള കാരണവും രണ്ടും തമ്മിൽ ബന്ധമുള്ളത് കൊണ്ട് തന്നെയാണ്. ഇപ്പോൾ പോസ്റ്റിംഗ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്കൊന്ന് പ്രൊസീഡ് ചെയ്യാം. നമുക്കിനി ആ പേയ്മെന്റിനെയും കൂടി രേഖപ്പെടുത്താം. 3,70,000 റുപ്പീസ് കറണ്ട് ഇയറിലെ മെഡിസിൻസുമായിട്ട് ബന്ധപ്പെട്ട് നൽകിയ പേയ്മെന്റ് ഞാൻ ഡെബിറ്റ് ചെയ്ത് കാണിച്ചു. സോ ഈ പോസ്റ്റിങ്സ് എല്ലാം കറക്റ്റായിട്ട് സൈഡ് തെറ്റാതെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കാനും ആഡ് ചെയ്യുന്നത് തെറ്റാതെ ആഡ് ചെയ്യാനും ലെസ് ചെയ്യേണ്ടത് തെറ്റാതെ തന്നെ ലെസ് ചെയ്ത് റിസൾട്ട് എടുക്കാനും നമുക്ക് സാധിക്കും. ഇപ്പോൾ 2 അക്കൗണ്ടുകളാണ് നിങ്ങളുടെ മുമ്പിൽ ഓപ്പൺ ആയിട്ട് കിടക്കുന്നത്. അതിലാദ്യം നമുക്ക് ക്രെഡിറ്റേഴ്സ് ഫോർ മെഡിസിൻസ് അക്കൗണ്ടിന്റെ ഇൻഫർമേഷൻസിനെ പരിഗണിക്കാം. We are trying to find out the purchases made during the current year. So starting with the amount paid towards medicines 3,70,000 rupees. അതിനോടൊപ്പം ആഡ് ചെയ്യേണ്ടത് അതേ സൈഡിൽ തന്നെ ഉള്ള ഇൻഫർമേഷൻസ് ആണ്. അതിലൊന്നാണ് അഡ്വാൻസ് ടു സപ്ലയേഴ്സ് ആസ് ഓൺ ദ ഓപ്പണിംഗ് ഡേറ്റ് 11,500 ആഡ് ചെയ്തു. ദെൻ അതിനോടൊപ്പം അടുത്ത ആഡ് ചെയ്യേണ്ട ഫിഗർ ആയിരുന്നു ക്രെഡിറ്റേഴ്സ് ഔട്ട്സ്റ്റാൻഡിംഗ് ഫോർ മെഡിസിൻസ് ആസ് ഓൺ ദ ക്ലോസിംഗ് ഡേറ്റ്. സ്റ്റേറ്റ്മെന്റ് പ്രകാരം ശരിയല്ലേ എന്ന് ആലോചിച്ച് നോക്കിക്കേ. ഈ 3 ഫിഗറും കൂടി ആഡ് ചെയ്ത് കിട്ടുന്ന 3,98,500 നിന്നും ലെസ് ചെയ്യേണ്ടത് മറുവശത്തുള്ള ഇനങ്ങൾ ഓരോന്നായിട്ടാണ്. അതിലൊന്ന് ക്രെഡിറ്റേഴ്സ് ഫോർ മെഡിസിൻസ് ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ ദ ഓപ്പണിംഗ് ഡേറ്റ് 25,000 ഡിഡക്ട് ചെയ്തു. വീണ്ടും നമ്മൾ ഡിഡക്ട് ചെയ്ത രണ്ടാമത്തെ ഐറ്റം അഡ്വാൻസ് സപ്ലയേഴ്സ് ആസ് ഓൺ ദ ക്ലോസിംഗ് ഡേറ്റ് 18,200. സോ 3,98,500 നിന്നും ഈ 2 ഇനങ്ങളും ഡിഡക്ട് ചെയ്ത് കിട്ടുന്ന ഫിഗറാണ് 3,55,300. ആ എമൗണ്ട് ആണ് നേരെ നമ്മൾ ഏത് അക്കൗണ്ടിലോട്ട് പർച്ചേസ് ആയിട്ട് രേഖപ്പെടുത്തിയത്? സ്റ്റോക്ക് ഓഫ് മെഡിസിൻസ് അക്കൗണ്ടിൽ പർച്ചേസ് ആയിട്ട് രേഖപ്പെടുത്തിയത്. അതിനുശേഷം ആ അക്കൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് ബാലൻസ് ചെയ്ത് റിസൾട്ട് എടുത്തു കഴിഞ്ഞാൽ ദ അക്കൗണ്ട് വിൽ ബി ഹാവിംഗ് എ ടോട്ടൽ ഓഫ് 4,17,300 and having a balance of
3,63,300, which will denote the stock of medicines consumed during the current year, and that amount should be transferred to the debit side of income and expenditure account. ഈ ഷോർട്ട് കട്ട് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ അക്കൗണ്ടിൽ കറക്റ്റായിട്ട് തെറ്റാതെ ബാലൻസുകളെ എൻ്റർ ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ ആ പോസ്റ്റിങ്ങിൽ നിന്ന് തന്നെ സ്റ്റേറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ആഡ് ചെയ്യേണ്ട ഇനങ്ങളെയും ലെസ് ചെയ്യേണ്ട ഇനങ്ങളെയും കുറിച്ചുള്ള വ്യക്തമായിട്ടൊരു ധാരണ നമുക്ക് കിട്ടും എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കിക്കൊണ്ട് ഈ എപ്പിസോഡ് നമുക്ക് തൽക്കാലം വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു. സോ സ്റ്റുഡൻസ്, ഹോപ്പ് യു എൻജോയ്ഡ് ദ സെഷൻ. എക്സ്പെൻഡിച്ചർ സ്റ്റോക്ക് ഐറ്റത്തിന്റെ വിവിധ ട്രീറ്റ്മെന്റുകളെ കുറിച്ച് വിശദമായിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മുടെ പെക്യുലർ ഐറ്റത്തിൽ 1-2 ഇനങ്ങളും കൂടി ബാക്കി നിൽക്കുന്നു. ആ ബാക്കി നിൽക്കുന്ന ഇനങ്ങളെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ, ടേക്ക് കെയർ, സ്റ്റേ സേഫ്, ബൈ. താങ്ക് യു.